ഖരീഫ് കാക്കും CDAA പട. സുൽത്താൻ ഹൈതം ജോർഡാൻ രാജാവുമായും ഫ്രഞ്ച് പ്രസിഡന്റുമായും ചർച്ച നടത്തി. ഒമാൻ നയതന്ത്ര പ്രതിനിധി സംഘം ഇറാനിൽ. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ ചർച്ച. തൃശൂർ സ്വദേശി സലാലയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ദോഫാർ ഖരീഫ് സീസണിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ദോഫാർ ഗവർണറേറ്റിലെ ബീച്ചുകൾ, വെള്ളച്ചാട്ടങ്ങൾ, പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി തങ്ങളുടെ വാട്ടർ റെസ്ക്യൂ ടീമുകളെ വിന്യസിച്ചു. ഒമാനിലെ ഏറ്റവും തിരക്കേറിയ ടൂറിസം സീസണുകളിൽ ഒന്നായ ഖരീഫിൽ പൊതുജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ അതിവേഗ രക്ഷാപ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് അതോറിറ്റിയുടെ ഈ നടപടി. വാട്ടർ റെസ്ക്യൂ ടീമുകൾ നിരന്തരമായ ഫീൽഡ് നിരീക്ഷണം നടത്തുകയും സന്ദർശകർക്ക് പ്രതിരോധ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. കൂടുതൽ സന്ദർശകർ എത്തുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ വിന്യാസ പ്ലാൻ അനുസരിച്ചാണ് ടീമുകൾ പ്രവർത്തിക്കുന്നതെന്ന് അൽസദയിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സെന്ററിലെ അസിസ്റ്റന്റ് ഓഫീസർ പറഞ്ഞു. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കപ്പുറം സന്ദർശകർക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നൽകി പൊതുജനങ്ങളിൽ അവബോധം വളർത്താനും വാട്ടർ റെസ്ക്യൂ ടീം പ്രവർത്തിക്കും. അതോടൊപ്പം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ സാഹചര്യങ്ങളിൽ അവർ നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യും. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ജോർഡാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവരുമായി പ്രത്യേക ടെലിഫോൺ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര നയതന്ത്ര നീക്കങ്ങൾ നേതാക്കൾ വിലയിരുത്തി. ജോർഡാൻ രാജാവുമായി വെള്ളിയാഴ്ച നടന്ന സംഭാഷണത്തിൽ മേഖലയിലെ സുരക്ഷയും സുസ്ഥിരതയും സംരക്ഷിക്കുന്നതിന് അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് പിന്തുണ നൽകേണ്ടതിന്റെ പ്രാധാന്യം സുൽത്താൻ ഹൈതമും അബ്ദുള്ള രണ്ടാമൻ രാജാവും ഊന്നിപ്പറഞ്ഞു. പ്രധാന കപ്പൽ ഗതാഗത പാതകളിൽ അന്താരാഷ്ട്ര സമുദ്ര നാവിക ഗതാഗതത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശക്തമായ വ്യോമാക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യാൻ ഒമാൻ നയതന്ത്ര പ്രതിനിധി സംഘം ഇറാനിലെത്തി. കപ്പൽ ഗതാഗത സുരക്ഷയ്ക്കായുള്ള കൃത്യമായ സംവിധാനങ്ങൾ രൂപീകരിക്കുന്നതിനായി ഒമാൻ സംഘം ഇറാൻ അധികൃതരുമായി തെഹ്റാനിൽ ചർച്ചകൾ ആരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. ഇറാനും ഒമാനും തമ്മിലുള്ള നിരന്തരമായ നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായാണ് ഈ സന്ദർശനം. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ ഫോണിലൂടെയും സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃശൂർ കുന്നംകുളം സ്വദേശി കക്കാട് വീട്ടിൽ നാരായണൻ പുഷ്പ ദമ്പതികളുടെ മകൻ മഹേഷ് സലാലയിൽ നിര്യാതനായി. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. കഴിഞ്ഞ 8 വർഷമായി അൽ ഹഷാർ കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by Purushottam Kanji Exchange.